ഹായ്, എനിക്ക് വ്ളോഗിങ് ചെയ്യണം എന്നുണ്ടായിരുന്നു. ബട്ട് ഞാനത് ട്രൈ ചെയ്തപ്പോൾ അത് അത്രയ്ക്കങ്ങ് വർക്കൗട്ട് ആയില്ല. സോ ഞാൻ എൻ്റെ ഫേവറേറ്റ് നിഷിലോട്ട് തന്നെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. എനിക്കിങ്ങനെ പോഡ്കാസ്റ്റ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. ബേസിക്കലി കാര്യമായിട്ട് എന്തെങ്കിലും പറയാൻ ഇഷ്ടമാണ്. സോ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. പക്ഷെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഫ്ലാഷ് കാർഡിനെ കുറിച്ചും എങ്ങനെ ഫോക്കസ് ചെയ്യാം അതിനെയൊക്കെ കുറിച്ചാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്ലാഷ് കാർഡ് ആൻഡ് ഫോക്കസ്. ഫ്ലാഷ് കാർഡ് എന്താണ് എന്ന് പറയുന്നതിന് മുന്നേ ഞാൻ എന്തുകൊണ്ട് ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞോട്ടെ. കുറച്ച് ആൾക്കാരെയൊക്കെ പോലെ ഞാനും ഒരു ഹൈസ്കൂൾ എത്തിയപ്പോൾ പഠിച്ചു തുടങ്ങിയ ഒരാളാണ്. അതുവരെ അത്യാവശ്യം ഓക്കെ ഓക്കെ ആയിട്ട് പഠിക്കുമായിരുന്നു. പക്ഷേ ഹൈസ്കൂൾ എത്തിയപ്പോഴാണ് ആ ഒരു ട്രിം ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സ്റ്റഡിങ് ഒരു ട്രാക്കിലോട്ട് വന്നത്. എന്താ പറ്റിയെന്ന് വെച്ചാൽ ആ ഒരു സമയം മുതൽ എനിക്ക് തന്നെ ഒരു ബോധം ഉണ്ടായിരുന്നു. ഓക്കെ, എന്നെ കൊണ്ട് ചില ചില കാര്യങ്ങളൊക്കെ പഠിക്കാനും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും എന്ന്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരാളുടെ മൈൻഡിൽ എപ്പോഴും ഈ ഒരു ഓക്കെ ഐ കെൻ ഡു ഇറ്റ് എന്നൊരു സാധനം കാണും. കോളേജിലും അങ്ങനെയായിരുന്നു. അത്യാവശ്യം ഓക്കെ ആയിട്ട് പെർഫോം ചെയ്തു. അതിനുശേഷം വർക്കായി. ഇപ്പോൾ വർക്കിൽ തന്നെ ഒരു 5-6 ഇയേഴ്സ് ആയി. ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ എനിക്കിങ്ങനെ കുറച്ച് കോൺസെൻട്രേഷൻ ഇഷ്യൂസ്, ഒട്ടും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല, റിറ്റൻഷൻ പവർ തീരെയില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിലോട്ട് ഞാൻ എത്തി. അതിന് കാരണം പേഴ്സണലി ഉള്ള കുറച്ച് ഇഷ്യൂസും എൻ്റെ ഡയറ്റും എൻ്റെ സ്ലീപ്പിംഗ് പാറ്റേണും ഒക്കെയാണ്. ഇതൊന്നും ഒട്ടും നീറ്റ് ആയിരുന്നില്ല. എല്ലാം ഒന്ന് ഭയങ്കര മെസ്സി ആയിട്ടുള്ളൊരു സ്റ്റേജിലായിരുന്നു. ഏതൊരു ആളെപ്പോലെയും ഞാനും ആദ്യം സെൽഫ് ആയിട്ട് എൻ്റെ പ്രശ്നം ആണ് എന്ന് പറഞ്ഞ് സ്വയം ബ്ലെയിം ചെയ്യാനാണ് നോക്കിയത്. പക്ഷെ ലേറ്റർ എനിക്ക് മനസ്സിലായി, നമ്മൾ സ്വയം ബ്ലെയിം ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണോ ഇഷ്യൂ അത് ടാക്കിൾ ചെയ്യാൻ എന്നുള്ളതാണ്. സോ ഞാൻ എന്തു ചെയ്തു എന്ന് വെച്ചാൽ, എൻ്റെ ഇഷ്യൂ എന്ന് പറയുന്നത് എനിക്ക് റിട്ടൻഷൻ പവർ ഇല്ല, എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഈ ഫോക്കസ് കോൺസെൻട്രേഷൻ രണ്ടും രണ്ടാണ്. കോൺസെൻട്രേഷൻ മീൻസ് എന്തെങ്കിലും കുറേ കാര്യങ്ങളുള്ളപ്പോൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഫോക്കസ് എന്ന് പറഞ്ഞാൽ ഈ അറ്റൻഷൻ അതിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെയാണ് അറിയാവുന്നത്. സോ ഞാൻ എന്ത് ചെയ്തു, ആഹ് എൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്തു. എന്നിട്ട് ഈ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യും എന്ന് ഞാനൊന്ന് നോക്കി. അപ്പോൾ നിങ്ങൾ ഒന്ന് ഗൂഗിളിൽ പോയി ഫോക്കസ് എങ്ങനെ കൂട്ടാം എന്ന് നോക്കിയാൽ ഫസ്റ്റ് ടൈം നിങ്ങൾ ചിലപ്പോൾ കാണുന്നത് മെഡിറ്റേറ്റ് ചെയ്യൂ എന്നായിരിക്കാം. ഞാനും അങ്ങനെ ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത്. സോ ഞാനും എല്ലാവരെയും പോലെ മെഡിറ്റേറ്റ് ചെയ്യാം എന്നൊക്കെ വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ എൻ്റെ ഒരു ഇക്കോസിസ്റ്റം അതിനെന്നെ അനുവദിച്ചിരുന്നില്ല. സോ എത്ര തന്നെ ഞാൻ എന്നെ പുഷ് ചെയ്ത് മെഡിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും എനിക്ക് അങ്ങോട്ട് അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല. സോ എനിക്കൊരു ഓൾട്ടർനേറ്റീവ് വേണം. എൻ്റെ ഒരു ഇക്കോസിസ്റ്റത്തിൽ നിന്നുകൊണ്ട് എനിക്ക് മെഡിറ്റേറ്റ് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ലാത്തത് കൊണ്ട് അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് എന്തെങ്കിലും വരണം. അങ്ങനെ ഞാൻ റീസെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത്, ഈ മ്യൂസിക്, ഡാൻസ്, ഇതൊക്കെ നമ്മൾ ട്രെയിനിങ് എടുത്താൽ ഇറ്റ് ഈസ് സിമിലർ ടു ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിസിക്കലിയും മെന്റലിയും ഒക്കെ നല്ലതാണെന്ന് ഞാൻ യോഗ, മെഡിറ്റേഷനൊക്കെ. ബട്ട് മ്യൂസിക് എന്ന് പറയുമ്പോൾ കുറച്ച് മെന്റലി അല്ലെങ്കിൽ നമ്മുടെ കുറച്ചുകൂടെ ഫോക്കസ് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ഞാൻ വയലിൻ പഠിക്കാനായിട്ട് തീരുമാനിച്ചു. ഇപ്പോഴും ജനറസ് ആയിട്ട് അതിന് പോകാറുണ്ട്. ലൈക്ക് എൻ്റെ ഒരു ദിവസത്തിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസമാണെങ്കിൽ ഞാൻ വയലിൻ വായിക്കും. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമാണ്. സോ അത് നല്ലതായിട്ട് പൊക്കോണ്ടിരുന്നു. സോ ആ ഒരു ഉം, ആ ഒരു ട്രാക്കിലോട്ട് വന്നു. എൻ്റെ ഇഷ്യൂനെ ടാക്കിൾ ചെയ്യാനുള്ളൊരു ട്രാക്കിലോട്ട് ഞാൻ വന്നു. സോ നിങ്ങൾ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് മനസ്സിൽ വെക്കേണ്ടത്, എപ്പോഴും നമുക്ക് മെഡിറ്റേഷൻ, യോഗ പറ്റണം എന്നില്ല. നമ്മുടെ ഇക്കോസിസ്റ്റം എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് പോവുക. നിങ്ങൾക്ക് ചിലപ്പം ഒരു സ്ഥലം നല്ലതായിരിക്കണമെന്നില്ല. അത് നിങ്ങളുടെ വീടാകാം, അല്ലെങ്കിൽ ലൈക്ക് ഒരു ഹോസ്റ്റലാകാം. അത് നല്ലതല്ലെങ്കിൽ അവിടെ നിന്ന് മാറി പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക. സോ ഞാൻ അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് ഇത് ചെയ്തത്. പിന്നെ എൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് എൻ്റെ ഉറക്കം, ഭക്ഷണരീതി, ഇതൊന്നും കറക്റ്റ് അല്ലായിരുന്നു. ഇത് നമ്മൾ മനസ്സ് വിചാരിച്ച് തന്നെ മാറ്റേണ്ട കാര്യങ്ങളാണ്. ടച്ച് വുഡ് ഇപ്പോൾ അത് ഓക്കെ ആണ്. ദെൻ എൻ്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഫോർ എക്സാമ്പിൾ, പഠിക്കുന്ന കാര്യങ്ങളൊന്നും നല്ലതായിട്ട് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ റീകോൾ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ,
നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണില്ലേ, പുഷ് യുവർ സെൽഫ്, അങ്ങനെ പുഷ് ചെയ്യുക, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുക, എന്നെ തന്നെ ഞാൻ കുറേ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളൊരു മൈൻഡ് സെറ്റിലോട്ട് കൊണ്ടുവരിക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് ചെയ്തത്. ഫോർ എക്സാമ്പിൾ, ഞാൻ 7 മണിക്കൂർ 8 മണിക്കൂർ പഠിച്ച ദിവസങ്ങളുണ്ട്. പക്ഷേ ഈ 7 മണിക്കൂർ 8 മണിക്കൂർ ഞാൻ എന്ത് പഠിച്ചു എന്നുള്ളത് എനിക്ക് അടുത്ത ദിവസം റീകോൾ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ആ സമയം പഠിക്കുന്നു, പക്ഷെ അടുത്ത ദിവസം എനിക്കത് റീകോൾ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അതൊരു ഭയങ്കര പ്രശ്നമായിട്ട് എനിക്ക് തോന്നി. പ്രശ്നം എന്നുള്ളതിലുപരി എന്നെ മാനസികമായിട്ടും അത് തളർത്താനും തുടങ്ങി. അപ്പം അങ്ങനെ അതിന് വേണ്ടിയും ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തായിരുന്നു എൻ്റെ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ട്. അത് വേറൊരു സൈഡ്, അത് നിങ്ങളെല്ലാവരും അങ്ങനെ ചെയ്യുക. ബട്ട് അതല്ലാതെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതെന്ന് വെച്ചാൽ, ഐ റീസേർച്ച്ഡ് അത്യാവശ്യം നല്ല സോഴ്സുകളിൽ നിന്ന് തന്നെ എന്താണ് പ്രശ്നം, ഈ പ്രശ്നത്തിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നൊക്കെ ഞാൻ പഠിച്ചിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ റിസർച്ചിലൂടെ എനിക്കിങ്ങനെ പഠിച്ച കാര്യങ്ങൾ റീകോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡായിട്ട് കണ്ടുപിടിച്ചതാണ് ഫ്ലാഷ് കാർഡ് മെത്തേഡ്. ഈ ഫ്ലാഷ് കാർഡ് മെത്തേഡ് എന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ചാർട്ട് പേപ്പർ, ഒരു കുഞ്ഞ് കഷ്ണം ഓഫ് ചാർട്ട് പേപ്പർ വെട്ടിയെടുത്തു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഒരു സൈഡിൽ നിങ്ങൾ എഴുതിയിരിക്കുകയാണ് ഫോർമേഷൻ ഓഫ് റെയിൻ. അതിൻ്റെ അതർ സൈഡിൽ നിങ്ങൾ ഈ റെയിൻ്റെ ഫോർമേഷൻ്റെ കീവേഡ്സ് ലൈക്ക് ഇവാപ്പറേഷൻ അതെന്താണ്, അങ്ങനെ എങ്ങനെയൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ എഴുതി വയ്ക്കുക. സോ ദാറ്റ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾക്ക് അപ്പുറത്തുണ്ട്, അതായത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാനുള്ള കീവേഡ്സ് അപ്പുറത്തുണ്ട്. അപ്പം ഇത് നോക്കുമ്പോൾ നിങ്ങളുടെ ബ്രെയിനിന് മനസ്സിലാകണം ദാറ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഈസ് റിലേറ്റഡ് ടു ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ്. അപ്പം ഇതാണ് ഫ്ലാഷ് കാർഡ് എന്ന് എനിക്ക് മനസ്സിലായത് അതാണ്. ഞാൻ ഇതിനെ എൻ്റെതായ രീതിയിൽ ഒന്ന് മോഡിഫൈ ചെയ്തിട്ടാണ് എഴുതുന്നത്. അതായത് എൻ്റെ ടോപ്പിക് എന്താണോ അത് ഞാൻ ഒരു സൈഡിൽ തന്നെ എഴുതിയിട്ട് അതിൻ്റെ താഴെ അതിന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സിന് എഴുതി വയ്ക്കുക, ഹൈലൈറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. സോ ഇതാണ് എൻ്റെ ഫ്ലാഷ് കാർഡ് മെത്തേഡ്. ഇതുപോലെ തന്നെ നിങ്ങൾ എന്തൊരു കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്താലും അതിനെ നിങ്ങളുടേതായ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതൊരു കാര്യമാണ്. ചിലർ പൊമഡോറോ ടെക്നിക് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിങ് ഫ്രം 0 minutes to 30 minutes ആണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ മിക്കവാറും ചെയ്യുന്നത് 30 minutes to 0 ആണ്. എനിക്കതാണ് എപ്പോഴും ഫീസിബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. എല്ലാം അതുപോലെ തന്നെ അബ്സോർബ് ചെയ്യാതെ നമ്മുടേതായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്ത് നമ്മളത് അബ്സോർബ് ചെയ്താൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ബ്രെയിനിനെ ഈ കാര്യം ഓർമ്മിപ്പിക്കാം. സോ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ചെറിയ ചെറിയ ഇൻഫർമേഷൻ റീകോൾ ചെയ്യാൻ വളരെയധികം കേപ്പബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് ചെറിയ ചെറിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുക, അത് തിരിച്ച് വീണ്ടും റീകോൾ ചെയ്യുക, ശ്രമിക്കുക, തിരിച്ചെടുക്കാൻ ശ്രമിക്കുക. ഇനി അങ്ങനെ പറ്റിയില്ലെങ്കിൽ ഇത് നോക്കുക, ഓക്കെ നെക്സ്റ്റ് ടൈം വീണ്ടും ഇതൊന്നും കൂടെ ശ്രമിക്കുക. സോ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ബ്രെയിൻ ഇത് യൂസ് ടു ആവും. സോ അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്ലാഷ് കാർഡ് ജേർണി തുടങ്ങിയത്. ആൻഡ് ഇറ്റ് വർക്ക്സ്. കുറേ കാര്യങ്ങൾ ചെയ്ത് അതൊന്നും നടക്കാതെ വിഷമിച്ച് ഡെസ്പെറേറ്റ് ആയിട്ടിരുന്ന സമയത്ത് ഈ ഒരു മെത്തേഡ് എനിക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഈ വീഡിയോ, ഇതൊരു വീക്കെൻഡാണ്, എനിക്ക് ജോലി ഇല്ലാത്തൊരു ദിവസമാണ്. മ്യൂസിക് ക്ലാസ് ഉണ്ട്, പിന്നെ രാവിലെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, അതായത് പഠിത്തം, പിന്നെ കുറച്ച് ക്ലീനിങ്, പിന്നെ ഞാൻ മെഡിസിൻ എടുക്കുന്നുണ്ട്, ആയുർവേദ, അപ്പോൾ അതൊക്കെ നിങ്ങളിതിൽ കാണുന്നുണ്ടായിരിക്കാം. സൺഡേ ഓർ സാറ്റർഡേ ആണെങ്കിൽ ഞാൻ ചിലപ്പോഴൊക്കെ എൻ്റെ വീട്ടിൽ പോകും, മേ ബി അത് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. ഞാൻ മാരീഡ് ആണ്, പാർട്ട്ണറിൻ്റെ വീട്ടിലാണ് ഉള്ളത്, അവിടെ നിന്ന് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകും. സോ അത് മേ ബി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം. സോ വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ക്ലാസ്സസ് കണ്ട് നോട്ട്സ് എഴുതിയെടുക്കുന്നത്, അല്ലെങ്കിൽ ആ നോട്ട്സാണ് നിങ്ങൾ കാണുന്നത്. പ്ലസ് എങ്ങനെയാണ് ഞാൻ എൻ്റെ വീക്ക് പ്ലാൻ ചെയ്യുന്നത്, അത് വർക്കിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും എങ്ങനെയാണ്, അതുപോലെ തന്നെ ടു ഡു ലിസ്റ്റ് എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നത്, ഒരാഴ്ചത്തേക്കുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അതിൽ നിന്നാണ് ഓരോ ദിവസത്തേക്കുള്ളത് പിക്ക് ചെയ്യുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഞാൻ മോസ്റ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ കോൺസ്റ്റൻ്റ്ലി സോ എന്ന് ഉപയോഗിക്കുന്നുണ്ട്. എനിക്കത് നല്ലപോലെ അറിയാം. ഈതർ ഞാൻ സോ ഉപയോഗിക്കും അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് വരും, എപ്പോഴും അങ്ങനെയാണ്. പക്ഷെ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി റെഡ്യൂസ്ഡ് ആയിട്ടുണ്ട്. നേരത്തെ ഞാൻ തന്നെ ഇങ്ങനെ എണ്ണി നോക്കുമായിരുന്നു എത്ര സോ എന്ന്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇത് ആരെങ്കിലും ഒക്കെ കാണുമോ എന്ന് പോലും എനിക്കറിയത്തില്ല. ചിലപ്പോൾ കാണില്ലായിരിക്കാം, ചിലപ്പോൾ കുറേ വർഷം കഴിഞ്ഞിട്ടായിരിക്കും ഒരാൾ കാണുന്നത്. ഇത് കാണുന്ന ആരാണെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഒരു അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ വന്നിട്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് എന്നതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ട്രസ്റ്റ് മീ, നിങ്ങളെ യൂണിവേഴ്സ് ഒരു നല്ലൊരു പൊസിഷനിൽ എത്തിക്കും. ലൈക്ക് നിങ്ങൾക്ക് അതിൽ നിന്ന് മാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിനുവേണ്ടി നിങ്ങൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉറപ്പായിട്ടും യൂണിവേഴ്സ് നിങ്ങളെ ഒരു ബെറ്റർ പ്ലേസിൽ കൊണ്ടാക്കും.
I hope this video was helpful in one way or other. And thank you so much for watching.